അതോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു ഇന്ത്യ മുന്നണി മറുഭാഗത്തുണ്ട് എന്നതാണ്. ഇന്ത്യ മുന്നണിയാണ് NDA സർക്കാരിന് എതിരെ അല്ലെങ്കിൽ NDAക്കെതിരെ തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഇപ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാൾ 6 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് എന്ന് പറയുമ്പോൾ AAPയുടെ മുഖമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AAPയുടെ പ്രചരണത്തിന് നേതൃത്വം നൽകേണ്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ അറസ്റ്റ് ഇന്ത്യ മുന്നണിക്ക് ഇന്ധനമാവുകയാണോ, അവരെ തളർത്തുകയാണോ ചെയ്യാൻ സാധ്യത? കിരൺ, ഇത് പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഒന്ന്, ദോഷപരമായി ബാധിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് തരത്തിൽ ചിന്തിച്ചാലും ഏത് രാഷ്ട്രീയ എതിരാളി നോക്കിയാലും ഇന്ത്യയിൽ ഇന്ന് എല്ലാ പാർട്ടികളിലും ഉള്ളതിൽ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഏറ്റവും കൂടുതൽ ഉള്ള, അല്ലെങ്കിൽ അങ്ങനെ 2-3 നേതാക്കളെ വേണമെങ്കിൽ മറ്റു പാർട്ടികളുടെ വിശ്വാസത്തിനൊക്കെ എടുത്ത് അങ്ങനെ കണ്ടാൽ പോലും അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിർത്താൻ കഴിയുന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ. കെജ്രിവാളിനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ശക്തിയല്ല, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനൊരു ദേശീയ തലത്തിലൊരു വലിയ പ്രതിച്ഛായയുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഏത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നാലും അദ്ദേഹം പിന്തുണയ്ക്കുന്ന ഒരു മുന്നണി എന്ന് പറയുമ്പോൾ അരാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും വെറുപ്പോടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കള്ളന്മാരാണ് എന്നൊക്കെ കാണുന്ന ഒരു വിഭാഗം ജനങ്ങൾ എന്തായാലും എല്ലാ നാട്ടിലുമുണ്ട്. ആ ജനങ്ങൾക്കടക്കം വിശ്വാസമുള്ള ഒരാളാണ് കെജ്രിവാൾ. കെജ്രിവാളിന്റെ ഈ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ തന്നെ ഒരു വ്യാജ പ്രതിച്ഛായ ആണെന്ന് എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കുറയും. അത് ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ചിലപ്പോൾ ഇത് വലിയ ഇന്ധനമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയെല്ലാം പ്രധാന പാർട്ടികൾക്കെതിരെയെല്ലാം തന്നെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണമുണ്ട്, വിവിധ കേന്ദ്ര ഏജൻസികളിലെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്നുള്ള BJP പറഞ്ഞാൽ അവരുടെയൊക്കെ കേസുകൾ ഇല്ലാതെയാവുന്നു. അല്ലെങ്കിൽ BJP വിരുദ്ധരായി നിൽക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളുടെയും നേതാക്കൾക്കെതിരെ, ആം ആദ്മി പാർട്ടി ഇപ്പോൾ പ്രാദേശിക പാർട്ടിയല്ല, ദേശീയ പദവിയുള്ള പാർട്ടിയാണ്, പക്ഷേ മറ്റു പാർട്ടികളുടെ എല്ലാ നേതാക്കൾക്കെതിരെ കേസ് വരുന്നു. ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ കുടുക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് എന്ന മട്ടിലുള്ള പ്രചരണത്തിലേക്ക് സ്വാഭാവികമായും ഇന്ത്യ മുന്നണി വരാൻ സാധ്യതയുണ്ട്. അതിന്റെ കണക്കുകളെ കൂടി നമുക്ക് പിന്നീട് പരിശോധിക്കാം. അങ്ങനെ കണക്കുകൾ കൂടി പരിശോധിച്ചാൽ ഡേറ്റകളിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. അതായത് ED വിഴുങ്ങുമോ ഇന്ത്യയെ എന്നാണ്, ഇന്ത്യ മുന്നണിക്ക് വെല്ലുവിളിയാകുമോ? അടുത്ത ഗ്രാഫിക്സിൽ അത് വ്യക്തമാകുന്നതാണ്. അതായത് 124 കേസുകൾ ആണ് ആകെ ഈ കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ളത് എങ്കിൽ അതിൽ 118 കേസുകളും പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ടവർ ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതാണല്ലോ കിരൺ. അതാണ് അഭിലാഷ് ഏറ്റവും പ്രസക്തമാകുന്നൊരു വിഷയം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പ്രധാനമായും BJPയും കേന്ദ്ര സർക്കാരും പറയുന്നത് ഞങ്ങൾ ആർക്കെതിരെയുള്ള അന്വേഷണത്തിനും തടസ്സമില്ല, ഇതുവരെയും നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണത്തിന് തടസ്സമുണ്ടായിരുന്നു, പക്ഷേ ആർക്കെതിരെയായാലും അഴിമതി കാണിച്ചാൽ അവർ മുഖ്യമന്ത്രി ആയാലും അവരെ അകത്തിടും പിടിച്ച് അത്തരത്തിലൊരു ഇമേജാണ് നൽകുന്നത്. പക്ഷേ കണക്കുകൾ നൽകുന്നത് മറ്റൊരു ചിത്രമാണ്. ഈ 124 കേസുകൾ ആണ്, 124 നേതാക്കൾക്കെതിരെയാണ് കഴിഞ്ഞ 2014 മുതൽ ഈ 24 വരെയുള്ള 22 അവസാനം വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കേസ് എടുത്തതിൽ 118 പേരും പ്രതിപക്ഷ മുന്നണിയിലെ നേതാക്കൾക്കെതിരെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആകെയുള്ള അഴിമതി കേസുകൾ എടുത്തേക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേതാക്കൾക്കെതിരെയുള്ള അഴിമതി കേസുകളിൽ 124-ൽ 118 വരുന്നത് പ്രതിപക്ഷത്തിന്. 95% മേൽ കേസുകളും എടുത്തിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ നേരെയാണ്. കോൺഗ്രസിന് നേരെ 24 കേസുകൾ, തൃണമൂൽ കോൺഗ്രസിന് നേരെ 19, NCPക്ക് നേരെ 11, ശിവസേനയ്ക്ക് 8, DMKക്ക് 6, BJD 6, അങ്ങനെ CPMനെതിരെ 2 കേസുകൾ, അങ്ങനെ നിരവധി കേസുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ മറ്റ് 6 കേസുകൾ BJPക്കെതിരെ എടുത്തിട്ടുണ്ടല്ലോ, നേതാക്കൾക്കെതിരെ എടുത്തിട്ടുണ്ടല്ലോ. ആ കേസുകളിലെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ എങ്ങനെയാണ് ആ കേസ് എടുത്തതെന്ന് കൂടി നമുക്ക് ബോധ്യമാകും. ഒന്ന് എടുത്തേക്കുന്നത് രാജസ്ഥാന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വസുന്ധര സിന്ധ്യയുടെ മകൻ ദുഷ്യന്ത് സിംഗിനെതിരെയാണ്. ദുഷ്യന്ത് സിംഗിനെതിരെ EDയുടെ കേസുണ്ട്. അദ്ദേഹത്തെ ED റെയ്ഡ് നടത്തുകയും അന്വേഷണം നടത്തുകയും എല്ലാം തുടരുകയാണ്. എങ്ങനെയാണ് വസുന്ധര സിന്ധ്യയെ പോലെ ഒരു BJP കേന്ദ്ര നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരാൾ അനായാസമായി മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറ്റുകയും അവരുടെ കൂടെ നിന്നവരെ അടക്കം മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു തരത്തിലും വസുന്ധര രാജയുടെ ഒരു രീതിയുമൊക്കെ അറിഞ്ഞാൽ അറിയാം. അവർ വലിയ പ്രക്ഷോഭവും കലാപവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ്. ആ തരത്തിലേക്കൊക്കെ പ്രതികരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ വളരെ അനായാസമായി മാറ്റം വരുന്നു. അങ്ങനെയാണ് ചില BJP നേതാക്കൾക്കെതിരെയൊക്കെയുള്ള കേസുകളുള്ളത്. പക്ഷേ ഈ BJPയിലേക്ക് വന്ന ചില നേതാക്കൾ കൂടിയുണ്ട്. അശോക് ചവാന്റെ കാര്യം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വന്നു. ഏറ്റവും വലിയ ഉദാഹരണം അജിത് പവാറിൻ്റെതാണ്. അജിത് പവാറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് അടക്കമുള്ള നിരവധി കേസുകൾ, CBI കേസുകളും എല്ലാം വരുന്നു. റെയ്ഡ് നടത്തുന്നു, അദ്ദേഹം അറസ്റ്റിന്റെ വക്കിൽ നിൽക്കുന്നു. അപ്പോഴാണ്
അപ്പോഴാണ് അദ്ദേഹം മഹാരാഷ്ട്രയിൽ ആദ്യം BJPയുടെ കൂടെ പോകുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് നേരെയുള്ള കേസുകളൊന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകുന്നില്ല. സമാനമായ രീതിയിൽ തന്നെയാണ് TMCയുടെ നേതാവ് സുവേന്ദു അധികാരിക്കെതിരെയുള്ള കേസ് വരുന്നു. സുവേന്ദു അധികാരിക്കെതിരെ ശാരദ ചിട്ടി ഫണ്ട് കേസ് വരുന്നു. അതും പിന്നീടൊന്നും വരുന്നില്ല. ഹിമന്ത് വിശ്വ ശർമ്മ കോൺഗ്രസിന്റെ നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അയാൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് 2014-15 കാലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്തതാണ്. പക്ഷെ അദ്ദേഹം BJPയിലേക്ക് വന്നു, അസമിന്റെ മുഖ്യമന്ത്രിയാവുന്നു. അതോടുകൂടി അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളെല്ലാം തന്നെ ഇല്ലാതാവുന്നു. അങ്ങനെ ഒരു ദീർഘമായ പട്ടിക തന്നെ എടുക്കാം. BJPയിലേക്ക് വന്നാൽ ഒരു തമാശയൊക്കെ ആളുകൾ പറയുന്നത് ED കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, അത് BJPയിലേക്ക് ചേരുക എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ചേർന്നുകൊണ്ട് മാറിയെന്ന് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കണക്കുകൾ പരിശോധിച്ചാൽ അത്തരം ഉദാഹരണങ്ങൾ എത്രയെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഈ കേസ് എടുത്തേക്കുന്നത് ബഹുഭൂരിപക്ഷവും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്ക് നേരെയാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും സ്റ്റാലിനെതിരെയായാലും കേരളത്തിലെ CPM-നെതിരെയായാലും NCPക്കെതിരെയായാലും ലാലു പ്രസാദ് യാദവിന്റെ സമാനമായ രീതിയിൽ കേസുകളുണ്ട്. എന്തായാലും അഴിമതിക്കെതിരെ ചൂലെടുത്തിറങ്ങിയ സംഘമാണ് അരവിന്ദ് കെജ്രിവാളും AAPയും. ആ അരവിന്ദ് കെജ്രിവാളിന്റെയും AAPയുടെയും മേൽ കരിനിഴൽ വീഴ്ത്തിയ ഒന്നായി മാറിയിട്ടുണ്ട് മദ്യനയ അഴിമതി കേസ്. അതിൽ ആണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ടോ, അത് അഴിമതിയാണോ എന്നതെല്ലാം അന്തിമമായി നിശ്ചയിക്കേണ്ടത് കോടതിയാണ്. ആ കോടതി വിധി വരുന്നതുവരെ ഈ സംശയത്തിന്റെ നിഴലിൽ ആയിരിക്കും കെജ്രിവാളും AAPയും എന്നതിൽ തർക്കമില്ല. അത് രാഷ്ട്രീയത്തിൽ എങ്ങനെ വരും കാലങ്ങളിൽ പ്രതിഫലിക്കും എന്നത് കണ്ടറിയണം. ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.